ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് കേട്ടോ. ചുമരിലുണ്ടാവുന്ന ഇതുപോലുള്ള അടയാളങ്ങൾ നമുക്ക് എങ്ങനെ പെട്ടെന്ന് മായ്ക്കാമെന്നാണ് ഇന്നത്തെ ടിപ്പ്. കുഞ്ഞു കുട്ടികൾ ബുക്കിൽ എഴുതുന്നതിനേക്കാളും ഏറ്റവും അധികം വരച്ച് പഠിക്കുന്ന ചുമരിലായിരിക്കും അല്ലേ. കുട്ടികൾ ഇനി എത്ര വേണേലും വരച്ചോട്ടെ കേട്ടോ, നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം മായ്ച്ച് കളയാവുന്നേ ഉള്ളൂ. ഇതുപോലുള്ള എത്ര വലിയ കുത്തിവരെയും മായ്ക്കാനുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനായിട്ടേ നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഏത് ഡിഷ് വാഷാണോ യൂസ് ചെയ്യുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സ്പൂണോളം ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പേസ്റ്റാണ് കേട്ടോ. ഇതിലിപ്പോൾ ഏത് പേസ്റ്റാണോ ഉള്ളത് ആ പേസ്റ്റ് എടുത്താൽ മതി. ഞാനിവിടെ എക്സ്പയറി കഴിഞ്ഞൊരു പേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഇട്ടെടുത്തത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഇതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓരോന്നും കറക്റ്റ് അളവിൽ എടുക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് മായ്ക്കാനുണ്ടോ അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ ഇത് എടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ വേണ്ടത്. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചുമരിൽ ഇത് ഉരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് പഴയ ബ്രഷോ പുതിയ ബ്രഷോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിത് കണ്ടമാനം പഴക്കമുള്ളൊരു ബ്രഷാണ് എടുത്തേക്കുന്നത്. നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചുമരിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഈ മാർക്ക് പറഞ്ഞാൽ നല്ല പഴക്കമുള്ളൊരു മാർക്കാണ്. ഈ ഇടയ്ക്കൊന്നും വരച്ചതല്ല കേട്ടോ. പഴയ മാർക്കാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ചുമര് നല്ലപോലെ ഉരയ്ക്കൊന്നും വേണ്ട. അങ്ങനെ ഉരച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പെയിൻ്റൊക്കെ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. ബ്രഷ് എടുത്തിട്ട് അമർത്തി ഉരയ്ക്കൊന്നും വേണ്ട കേട്ടോ. സാധാ പോലെ പിടിച്ചിട്ട് അങ്ങനെ ഉരച്ചാൽ മതി. അമർത്തൊന്നും വേണ്ട. ഞാനിവിടെ അമർത്തിയിട്ടൊന്നും അല്ല കേട്ടോ ഉരയ്ക്കുന്നത്, അല്ലാതെ തന്നെ പോകുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ക്ലോത്ത് വെച്ചിട്ട് ഇത് തുടച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്പോഞ്ചാട്ടോ എടുത്തേക്കുന്നത്. നോക്കിക്കേ, നല്ല ഡിഫറൻസ് ഉണ്ട്. അവിടെ വരച്ചൊരു അടയാളം തന്നെ കാണുന്നില്ല കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു ചുമര് നോക്കാവേ. ഇവിടെ കുറച്ച് അധികം കുത്തിവരകളുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടോ, വേഗം ഇളകി പോരുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൊല്യൂഷൻ തന്നെ കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സെക്കൻഡുകൾ കൊണ്ട് ഇത് എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് തുടച്ച് നോക്കാം. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. കണ്ടോ, നമ്മളവിടെ ഒരു വര വരച്ച അടയാളം പോലും ഇപ്പോൾ കാണുന്നില്ല. ഇടയ്ക്കും തിരക്കിലൊക്കെ ഒന്ന് പിള്ളേർ വരച്ചോട്ടെ അല്ലേ, ഇനി കുഴപ്പമില്ലല്ലോ. ഇനി വേണമെങ്കിൽ ഞാൻ വേറൊരു സ്ഥലം ഇതുപോലെ ആയത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എത്ര പെട്ടെന്നാണ് പോകുന്നത് നോക്ക്. കണ്ടോ, നമ്മൾ പ്രസ് ചെയ്യൊന്നും വേണ്ട, സാധാ ഒന്ന് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അതും സെക്കൻഡ് കൊണ്ട് ഇത് പോകുന്നുണ്ട് കേട്ടോ. ചുമരിൽ ഇതുപോലെ കുത്തിവരെയുള്ളവർ വേഗം ചെന്ന് ഇത് ക്ലീൻ ആക്കിക്കോളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.